ശ്രീ സജിമോൻ ആന്റണി, ഇപ്പോൾ BBC-യിൽ വരുന്ന ഒരു വാർത്തയാണ്. ദ റൂളിംഗ് അപ്ലൈസ് ടു ഹിസ് സോ കോൾഡ് ലിബറേഷൻ ഡേ താരിഫ്സ് ബട്ട് നോട്ട് ഇൻഡിവിജ്വൽ താരിഫ്. ഹി ഈസ് ഇമ്പോസ്ഡ് ഓൺ സ്പെസിഫിക് കൺട്രീസ് ഓർ പ്രോഡക്ട്സ് എന്ന ഒരു ഹെഡ്ലൈൻ ഞാനിപ്പോൾ BBC-യിൽ കാണുകയാണ്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? രേണുക, എനിക്കൊരു ബ്രേക്കിംഗ് കൂടെ. ട്രംപിന്റെ ആദ്യത്തെ റെസ്പോൺസ് വന്നു, ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനുവേണ്ടിയാണ് കൈവക്കിയത്. ആക്ച്വലി ട്രംപിന്റെ ഫസ്റ്റ് റെസ്പോൺസ് അതാണ്, ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു റൂളിംഗിന് അഗെയിൻസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടാരിഫിന്റെ ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻസിലേക്ക് പറയുകയാണെങ്കിൽ അതിന്റെ സ്റ്റിൽ ഡീറ്റെയിൽസ് വരാനിരിക്കുന്നുള്ളൂ. ഈ 177 പേജുകളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോത്രൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു രീതിക്ക് ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് എവിടെയാണോ ടാരിഫ് തുടങ്ങിയത് അവിടേക്ക് തിരിച്ചു പോകും. പക്ഷേ ഇത് റീനെഗോഷിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യക്ക് 18% അല്ലെ വേറൊരു രാജ്യത്തിന് 50% അല്ലെ 10% എന്നുള്ളതിനെ അല്ല ഈ ഒരു വേർഡിക്റ്റ് വന്നിരിക്കുന്നത്. വേർഡിക്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇത് ഭരണഘടനാപരമായിട്ട് ലീഗലാണോ എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ട്രംപിന് ആസ് എ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതിനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ ആണ് ഇത് പറയുന്നത്. ഇത് കോൺഗ്രസും സെനറ്റും ഇൻവോൾവ് ആകാതെ, അവരുടെ തീരുമാനം വരാതെ, അവിടെ അവതരിപ്പിക്കാതെ, അവിടെ മജോറിറ്റി കിട്ടാതെ ട്രംപിന് ഏകപക്ഷീയമായി ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടിട്ട് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ടാക്സ് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ടാരിഫ് കൊണ്ടുപോകുന്ന ഇതിലേക്ക് അത് നിയമാനുസൃതമല്ല എന്നുള്ളതാണ് വെർഡിക്റ്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇനി പുറകിലേക്ക് പോയിട്ട് ഈ പറഞ്ഞ ഇതിനു മുമ്പ് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ടാക്സ് ഒക്കെ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടാരിഫ് പറയുകയാണെങ്കിലും 2.8% ആയിരുന്നു. അപ്പൊ ആ 2.8ലേക്ക് പോകുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് ഇനിയും സമയമെടുത്താൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഒരു പോസിബിലിറ്റി ഉള്ളത് ഈ റീഇംബേഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ലോവർ കോർട്ടിലേക്ക് സുപ്രീം കോടതി ഗൈഡ് ചെയ്യും റീലിറ്റിഗേറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം അവിടെ നിന്ന് കേട്ടതിന് ശേഷം ഒബിയസ്ലി അത് അപ്പീൽ കോർട്ടിലേക്ക് പോകും. അപ്പീൽ കോർട്ടിൽ വന്നതിന് ശേഷം ഇതിന്റെ റീഇംബേഴ്സ്മെന്റും മറ്റു കാര്യങ്ങളിലേക്കും ഒരു ചലഞ്ചും ഒരു വെർഡിക്റ്റും കൂടെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലി സ്പീക്കിംഗ് ഇപ്പോൾ ഉള്ളത് അമേരിക്കൻ പ്രസിഡന്റ്, അത് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ജോ ബൈഡൻ ആണെങ്കിലും ആരാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഏകപക്ഷീയമായി ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ട് ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ടാരിഫ് പോലെയുള്ള കാര്യങ്ങൾക്ക് എടുക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഒരു ആൻസർ ആണ് നമുക്ക് ഇപ്പം ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എപ്പോഴും ടാരിഫ് എന്ന് പറയുമ്പോൾ ടാക്സ് എന്നാണ് എന്റെ വായിൽ വരുന്നത്. ആക്ച്വലി അത് അറിയാതെ വരുന്നതാണ് എങ്കിൽ പോലും അതാണ് ഫാക്ട്. അമേരിക്കയിൽ 100 രൂപ ഈ ഒരു ടാരിഫ് വഴി വരുന്നുണ്ടെങ്കിൽ അതിന്റെ 80%, അതായത് 80 രൂപ വരും, ഐ മീൻസ് 80% ഉപഭോക്താക്കളാണ്. അത് ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും ഏത് രാജ്യത്തിന്റെ കാര്യത്തിനാണെങ്കിലും ടാരിഫ് എന്ന് പറയുമ്പോൾ ടാക്സുമായിട്ട് അത്രമാത്രം കോറിലേഷൻ ഉണ്ട് എന്നുകൂടി ഞാൻ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ശ്രീ സജിമോൻ ആന്റണി, നോക്കൂ, ഇനി ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുന്ന സാഹചര്യമാണ്. ട്രംപിന്റെ ഈ ഭരണം രണ്ടാം തവണ ഭരണത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായ നടപടിയായിരുന്നു മറ്റ് രാഷ്ട്രങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഈ താരിഫ്. ഇതിന്റെ നേട്ടം അമേരിക്കയ്ക്കാണ് ലഭിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അങ്ങോട്ടേക്കുള്ള എക്സ്പോർട്ട് കുറച്ചുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് കൂടുതൽ പണം നൽകി സാധനങ്ങൾ മേടിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഈ താരിഫ് നയത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. കീശയിൽ നിന്ന് പണം പോയത് അമേരിക്കൻ പൗരന്മാർക്കാണ് എന്നത് ഏറെക്കുറെ വ്യക്തമായതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വലിയ തിരിച്ചടി കോടതിയിൽ നിന്ന് ട്രംപിന് നേരിടുകയാണ്. ഏറ്റവും വലിയ തീരുമാനത്തിലേറ്റ ഈ തിരിച്ചടി എന്നത് ഇടക്കാല തെരഞ്ഞെടുപ്പിനെ ഏത് നിലയിൽ സ്വാധീനിക്കും? രേണുക, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫോണിൽ തപ്പിക്കൊണ്ടിരുന്നതാണ്, ക്യാമറയ്ക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഇത് എൻ്റെ ഒരു പ്രൊഫഷണൽ ഒരു ബിൽഡിംഗ്, എനിക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, MSP ബിൽഡേഴ്സ്. അപ്പം ഞാൻ ഈ ടാരിഫ് ഉണ്ടാക്കിയ സമയത്ത്, ഈ പോളിസി വന്ന സമയത്ത് പർച്ചേസ് ചെയ്തതിന്റെ ഒരു പർച്ചേസ് ഓർഡർ ആണിത്. അപ്പൊ ഇതിനകത്ത് റെഡ് ബോർഡ് ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചറിയോ, ഫൈനൽ റേറ്റ് വിൽ ബി ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ദാറ്റ് സ്പെസിഫിക് ഡേയ്സ് ടാരിഫ്. വിച്ച് മീൻസ് ഞാൻ ഒരു 1 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് ഞാനിത് ഡെലിവറി എടുക്കാൻ നേരത്ത് അതിന് 20%, 50% ടാക്സ് ഉണ്ടെങ്കിൽ ആ 20%, 50% ടാക്സ് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആസ് എ പർച്ചേസർ എന്നുള്ള രീതിയിൽ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും ചാനലിൽ കയറി പലരും പല ഭാഗത്ത് പറയുമ്പോഴത്തേക്കും അത് പാർട്ടിസൺ ആവാറുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ട്രംപിന്റെ ഒരു ആരാധകനാണെങ്കിൽ ട്രംപ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയും. ട്രംപിന്റെ എതിര് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ എതിർത്ത് പറയുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോഴും ബാലൻസ് ആയിട്ട്
ആയിട്ട് എന്താണ് ഫാക്ട് എന്നതിനെ നോക്കിയാണ് നമ്മൾ വിശകലനം ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ട്രംപിന്റെ പോളിസികളെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി മീറ്റിംഗ് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന്റെ ആരാധകർ കമന്റ് എഴുതി നമ്മളെ അഭിഷേകം ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഒരു മീഡിയയിൽ പ്രവർത്തിക്കുമ്പോൾ ഫാക്ട് പറയണം എന്നുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് ലിറ്ററലി സംഭവിക്കുന്ന. ഇതാണ് ഈ ഒരു പർച്ചേസുകൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ന് ചെയ്യുന്ന സമയങ്ങളിൽ ഈ ഒരു ടാരിഫിന്റെ ഇഷ്യൂ വന്നതിന് ശേഷം മിക്കവാറുമുള്ള പർച്ചേസ് ഓർഡറിനകത്ത് അവര് റെഡ് ബോൾഡ് ക്യാപിറ്റൽ ലെറ്ററിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പ്രൈസ് അൾട്ടിമേറ്റ്ലി ഡിസൈഡ് ചെയ്യും. അതായത് ഡിസ്ട്രിബ്യൂട്ടർ they don't want to take the liability of that tariff and the supplier അല്ലെങ്കിൽ എന്താ പറഞ്ഞത് മാനുഫാക്ചറിംഗ് കമ്പനി they don't want to take the responsibility of that. അത് അൾട്ടിമേറ്റ്ലി അത് പെർക്കുലേറ്റ് ഡൗൺ ചെയ്തിട്ട് ആരാണോ ഫൈനലി വാങ്ങുന്നത് അവരുടെ മേളിലേക്കാണ് വരുന്നത്. ശരി, എന്തായാലും അവിടുത്തെ ഡെമോക്രസിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയൊരു തിരുത്തൽ ട്രംപിന് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഈ താരിഫ് നയത്തിൽ അമേരിക്കൻ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം വലിയ ആശ്വാസകരമാണ്. കൂടുതൽ പ്രതികരണങ്ങളാണ് നമ്മൾ കാക്കുന്നത്. ഡിസ്ഗ്രേസ്ഫുൾ എന്ന ഒരു ഒറ്റവാക്കിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് എന്നതാണ് സജിമോൻ ആന്റണി പറഞ്ഞത്. കൂടുതൽ പ്രതികരണങ്ങൾ, ട്രംപിന്റെ നീക്കം എന്ത് എന്നതൊക്കെ വളരെ പ്രസക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.